കൊച്ചി കയർ ബോർഡിലെ തൊഴിൽ പീഡനത്തിലെ പരാതിക്കാരി ജോളി മധു മരണത്തിന് കീഴടങ്ങി. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഒരാഴ്ചയായി വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. ജോളിയുടെ മരണത്തിന് കാരണം കയർ ബോർഡിലെ തൊഴിൽ പീഡനമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ജോളിയുടെ മരണത്തിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്ന ആവശ്യവുമായി കയർ ബോർഡ് എംപ്ലോയീസ് യൂണിയൻ രംഗത്തെത്തി. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം. ലേബി സജീന്ദ്രൻ, ജോളിയുടെ മരണത്തിലേക്ക് എത്തിച്ചത് ജോളിയുടെ തൊഴിൽ സാഹചര്യത്തിൽ ജോളി നേരിട്ട പിരിമുറുക്കങ്ങളാണ് എന്നാണ് കുടുംബാംഗങ്ങൾ തന്നെ പറഞ്ഞത്. ഇപ്പോൾ ജോളിയുടെ മരണം സംഭവിച്ച സാഹചര്യത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാനാണോ അവരുടെ തീരുമാനം? എന്താണ് കയർ ബോർഡിന് പറയാനുള്ളത്? സുജയ, കയർ ബോർഡിന്റെ പ്രതികരണമാണ് ഏറ്റവും ഇപ്പോൾ പ്രധാനപ്പെട്ടത്. പറയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണം ഈ പരാതികളെല്ലാം ബേസ്ലെസ് ആണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന മറുപടി തന്നെ. കയർ ബോർഡിൽ രാവിലെ നമ്മൾ ചെന്നതാണ് പ്രതികരണം തേടാനായി. 4 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇവർ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 പേരും ഡൽഹിയിലാണ്, ഒരാളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മളോട് അകത്തേക്ക് കടന്നു വരാൻ പറയുന്നു. നമ്മൾ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ മറുപടി പറയുന്നു, പ്രതികരിക്കേണ്ട എന്നുള്ള അറിയിപ്പ് മുകളിൽ നിന്ന് ലഭിച്ചുവെന്ന്. അതിനെ തുടർന്ന് നമ്മൾ തിരിച്ചു പോരുകയാണ് ചെന്നത്. ഇപ്പോൾ ഒരു അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. ഈ പരാതികളെല്ലാം ബേസ്ലെസ് ആണ്. ഇപ്പോൾ ഈ ജോളി മധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവാദിത്വവും കയർ ബോർഡിന് ഇല്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് വന്നിരുന്നത്. സ്വാഭാവികമായും നമ്മൾ അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നതും. ഇന്ന് ഇവിടുത്തെ തൊഴിലാളികളുടെ യൂണിയൻ ഇവിടെ പ്രതിഷേധം നടത്തി. ഇതൊന്നും പക്ഷേ കയർ ബോർഡിനെ കുലുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രത്തോളം പിടിപാടാണ് ഇവർക്കുള്ളത്. ഏതായാലും വളരെ ദാരുണമായ സംഭവമാണ് എന്നുള്ളത്. ഈ കഴിഞ്ഞ 6 മാസത്തെ തൊഴിൽ പീഡനത്തിനൊടുവിൽ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായ ജോളി മധു മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. ബുധനാഴ്ചയാണ് സംസ്കാരം നടത്തുക. ഏതായാലും ഉച്ചയോടുകൂടി ഈ മരണം സംഭവിച്ചതിനു ശേഷം ഇവിടെ അടിയന്തര യോഗമൊക്കെ ചേർന്നിരുന്നു. നമ്മൾ കയർ ബോർഡിന്റെ ഓഫീസിലെത്തിയപ്പോൾ അവിടെ അടിയന്തര യോഗം ചേരുകയായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണവും മാധ്യമങ്ങൾക്ക് തരണ്ട എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു റിലീസ് തന്നിരിക്കുന്നത്. അതിൽ ഈ പരാതികളെല്ലാം ബേസ്ലെസ് ആണെന്നുള്ള ഒറ്റവരി ഇങ്ങനെ മറുപടി പറഞ്ഞിരിക്കുന്നു. സുജയ, മറ്റൊരു കാര്യം, ഈ കയർ ബോർഡുമായി ബന്ധപ്പെട്ട നേരത്തെയും നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. പല ഉദ്യോഗസ്ഥരും പരാതികളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ വാർത്ത രാവിലെ പുറത്തുവിട്ടതിന് ശേഷം ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായി ജോലി ചെയ്യുന്ന മലയാളികളായ ഉദ്യോഗസ്ഥർ നമ്മളെ വിളിച്ച് ഈ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരോടും പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ, ഇവർ വഴിവിട്ട നീക്കങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ അതിന് ഏതെങ്കിലും രീതിയിൽ ഈ പരാതികൾ ഉചിതമായി തന്നെ പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ ജോളിയുടെ അവസ്ഥ അതെങ്ങനെ ഉണ്ടായി എന്നത് പരിശോധിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിരന്തര മാനസിക പീഡനത്തിന് ഒടുവിലാണ് രോഗാവസ്ഥ മൂർച്ഛിച്ച് ജോളി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. താങ്ക് യു ലേബി സജീന്ദ്രൻ.